അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ നല്ലൊരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി തേങ്ങാപ്പാൽ വെച്ചിട്ടാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ഞാൻ കുക്കറിൽ വായിൽ വെച്ചിട്ട് അതിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇതേ മാവ് ഉപയോഗിച്ച് നമുക്ക് ബ്രെഡ് കൊണ്ടും ചെയ്യാം. ഇത് ഞാൻ ബ്രെഡ് കൊണ്ട് ചെയ്തതാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ഒരു തേങ്ങയുടെ പാൽ വേണം, തേങ്ങാപ്പാൽ. പിന്നെ 2 ഗ്ലാസ് പഞ്ചസാര അല്ലെങ്കിൽ 1.25 കപ്പ് പഞ്ചസാര. പിന്നെ മൈദപ്പത്തിരി കുറച്ച് ഉപ്പിട്ട് കുഴച്ചെടുത്ത് അത് ചുട്ടെടുത്ത 10 എണ്ണമാണ് ഞാനിവിടെ എടുത്തത്. പിന്നെ 5 കോഴിമുട്ട, പിന്നെ 2 വലിയ ഉള്ളി, പിന്നെ നെയ്യ് 3 ടേബിൾ സ്പൂൺ, പിന്നെ കസ്കസ്, കിസ്മിസും അണ്ടിപ്പരിപ്പും. ഇനി നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് ആ എടുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ പൊങ്ങി നിൽക്കുന്നത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്, അതാണ് അതിൻ്റെ ഒരു കണക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് അതിൻ്റെ പാലെടുക്കണം. ആ തമ്പാലാണ് നമുക്ക് ആവശ്യം, കൂടുതൽ വെള്ളം ആവരുത്. ഇനി നമ്മൾ വീണ്ടും ജാറെടുത്ത് അതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് 7 ഏലക്ക കഴുകി വൃത്തിയാക്കി അതും ഇട്ട് കൊടുത്ത് 2 ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിൻ്റെ മേലെ തേങ്ങാപ്പാൽ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ മുട്ട മിക്സ് അടിച്ച് വെച്ച മുട്ട മിക്സും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ മടിയുള്ളവർക്ക് പാലും എടുക്കാം കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തും എടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പിരിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ പാലും മുട്ടയും കൂടിയുള്ള മിക്സ് ഒന്ന് ചൂടായതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് കുറുക്കിയെടുത്താൽ മതി. നമ്മുടെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ പതച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വലിയുള്ളി എടുത്ത് വെച്ച് വലിയുള്ളി വാട്ടിയെടുക്കണം. വലിയുള്ളിയാണ് ഞാനിവിടെ എടുത്തത്, മീഡിയം സൈസ്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഫസ്റ്റ് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് കോരേണ്ടതായിരുന്നു. അതിനോട് മറന്നുപോയി. അതുകൊണ്ട് ഞാനിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബ്രൗൺ കളറാവുന്നത് വരെ വാട്ടിയെടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ച് കരിഞ്ജീരകം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. ഉള്ളി നല്ലോണം വാടി ആ കരിഞ്ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണം. വറുത്ത് വെച്ച ഉള്ളി നമുക്ക് ആ മുട്ട മിക്സിലെ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യ് ആവശ്യമുള്ളവർക്ക് ഇനി നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് എത്ര ഇടുന്നു അത്രയും ടേസ്റ്റാണ്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു വായിലെടുത്ത് കുക്കറിൽ ഇറക്കി വെച്ച് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വൃത്തിയായിട്ട് വെക്കുക. ഇതുപോലെ വായിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് വെന്തതിന് ശേഷം നമുക്കത് എളുപ്പത്തിൽ കുക്കറിൽ നിന്നും വിട്ടും കിട്ടും. നമുക്കതിൽ നെയ്യും തടവി കൊടുത്ത് എടുത്ത് വെച്ച പത്തിരിയും മറ്റേ തേങ്ങാപ്പാൽ മാവും കൂടിയും എടുത്ത് ഓരോന്ന് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു ലെയറിലും കിസ്മിസ് അണ്ടിപ്പരിപ്പും അതും വിതറി കൊടുത്ത് 10 എണ്ണം ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. ഞാനിതായത് അടിയിൽ ലേശം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ പത്തിരിൻ്റെ മേലെ നന്നായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് കൊടുത്ത് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് കസ്കസും ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം.
എല്ലാവർക്കും ടഫായിട്ട് തോന്നും, പക്ഷേ അതൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങാപ്പാലിൽ പത്തിരിയൊക്കെ ആയിട്ട് വെന്ത് വരുമ്പോൾ ഇതുപോലെ മുങ്ങി നിൽക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് പത്തിരി നന്നായിട്ട് മുക്കി വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഓരോരോ ലെയറായിട്ട് വെച്ച് കൊടുത്ത് ലാസ്റ്റ് കിസ്മിസും അണ്ടിപ്പരിപ്പും കസ്കസും കൂടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഫസ്റ്റ് നമുക്ക് തീ കൂട്ടിയിട്ട് ഒന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം മൂടിയിട്ട് അരമണിക്കൂർ സിമ്മിലിട്ട് വേവിക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു മൂടി വെച്ചിട്ട് അരമണിക്കൂറും കൂടെ വേവിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇത് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ വേറെ മാവാണ് എടുത്ത്. നമ്മൾ ഒരു തേങ്ങ 5 മുട്ടയുള്ള മാവ് കറക്റ്റ് 10 പത്തിരിക്കോ 12 പത്തിരിക്കോ റെഡി ആവുകയുള്ളൂ. ഇനി അടുത്ത് ഞാൻ കുറച്ച് മാവ് വേറെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് തേച്ച് കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേത് ചെയ്തതുപോലെ തന്നെ 3 ലെയറായിട്ടാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തത്. ഓരോ ലെയറിലും ഇതൊഴിച്ച് കൊടുത്ത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡ് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മാവ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് 3 ലെയറായിട്ട് ഞാൻ ഇത് വെച്ച് കൊടുത്ത് ഇനി അതിൻ്റെ മേലെ ലാസ്റ്റായിട്ട് നമുക്ക് കിസ്മിസും അണ്ടിയും വിതറി കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കസ്കസും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം സിമ്മിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടിയിലൊരു മുടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇവിടെ കുക്കർ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ബ്രെഡ് ചട്ടിപ്പത്തിരി എന്താണെന്ന് നോക്കാം. ഇവിടെ ബ്രെഡ് ചട്ടിപ്പത്തിരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ പാനിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇതും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷെ ലോങ് വീഡിയോ ആയി പോയിക്കെന്നാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവർക്കും താങ്ക് യു.